ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. ഹിമയുടെ ജീവനില്ലാത്ത ശരീരം ദഹിപ്പിക്കും വരെ ദേവൻ ആ കൈക്കുഞ്ഞുമായി തളർന്നിരുന്നു. ഹിമയുടെ അമ്മയും അനിയനുമൊക്കെ കുഞ്ഞിനെ മാറി മാറി എടുത്തു. ഹിമയുടെ അമ്മ ഇപ്പോൾ തന്നെ പകുതിയായി ക്ഷീണിച്ചു. പരസ്പരം സ്നേഹിച്ച് ജീവിച്ചത് വെറും 3-4 മാസങ്ങൾ മാത്രമാണെന്ന് ദേവൻ പുച്ഛത്തോടെ ഓർത്തു. എല്ലാം തൻ്റെ മാത്രം തെറ്റാണ്. അവളെ മരണത്തിന് വിട്ടുകൊടുത്ത് താനാണ്. സ്വയം അങ്ങനെ ഉറപ്പിച്ചു അവൻ. ആ കുഞ്ഞിപ്പെണ്ണിലാണ് ഇനി അവൻ്റെ ജീവിതം. ഹിമയെ മാത്രം മനസ്സിൽ നിറച്ചുകൊണ്ട് അവൻ തളർന്നിരുന്നു. വേണുവും ഗീതയും ലച്ചുവും കൂടി മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ആ സമയം വേണു ലച്ചുവിനെ നോക്കി. മോളെ, ഇനി നീ സൂര്യയെ വിളിക്ക്. നമ്മൾ വരുന്ന കാര്യം നേരത്തെ അറിയിക്കേണ്ടതായിരുന്നു. ഇതിപ്പോൾ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടായി കാണും. എൻ്റെ വേണുച്ച, അങ്ങനെയൊന്നും അല്ല. എൻ്റെ ഏട്ടനെ അറിയില്ലേ, ആളൊരു പഞ്ചപാവ. ഇനി ചന്ത എന്തെങ്കിലും പറഞ്ഞാലേ ഉള്ളൂ. ലച്ചു തൻ്റെ ഫോൺ എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. കുറേ സമയം ശ്രമിച്ചിട്ടാണ് സൂര്യയുടെ ഫോണിലേക്ക് അവളുടെ കോള് ചെന്നത്. മാൻഷനിൽ ചന്തുവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു സൂര്യ. രാവിലെ 7 മണിയാകുന്നതേ ഉള്ളൂ. ഗർഭിണിയായതിൽ പിന്നെ ചന്തുവിന് അതിരാവിലെ തന്നെ ഭക്ഷണം കിട്ടണം. അവൾക്കൊരു കൂട്ടുപോലെ അവനും കൂടിയിരിക്കും. ഹാളിലിരുന്ന് റിങ് ചെയ്ത സൂര്യയുടെ ഫോൺ സായിയാണ് കണ്ടത്. അവനതെടുത്ത് സൂര്യക്ക് കൊടുത്തു. അതിൽ ലച്ചുവിൻ്റെ നമ്പർ കണ്ട് സൂര്യയുടെ സംശയത്തോടെയാണ് ആ കോളിലേക്ക് നോക്കിയത്. ആദ്യം അവനത് എടുക്കാതെ അവോയ്ഡ് ചെയ്ത് വിട്ടു. അടുത്ത നിമിഷം വീണ്ടും കോള് വന്നതും ഇതര രാവിലെ ഒരു വിളി പതിവില്ലാത്തത് കൊണ്ട് തന്നെ അച്ഛനെന്തെങ്കിലും പറ്റിയോന്ന ചിന്തയാണ് അവന് നിറഞ്ഞത്. അടുത്ത രംഗിൽ അവൻ ആ കോൾ എടുത്തു. ഹലോ, എന്താ ലച്ചു ഇത്ര രാവിലെ ഒരു വിളി? സൗമ്യമായവൻ ചോദിച്ചതും ചന്തുവും അവനെ നോക്കി. എന്താ ഇപ്പം ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് കയറിയത്? മറുപുറത്ത് നിന്ന് കേട്ട വാർത്തയിൽ അവനാകെ എരിഞ്ഞ് അറിയാതെ അവൻ്റെ സ്വരം മുറുകിപ്പോയി. അവൻ്റെ ഭാവം കണ്ട് ചന്തുവും സായിയും കാര്യം അറിയാതെ അസ്വസ്ഥരായി. ശരി, നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്, ഞാൻ വിളിക്കാൻ വരാം. അവനൊരു വിധം പറഞ്ഞൊപ്പിച്ചുകൊണ്ട് ആ കോള് കട്ട് ചെയ്തു. പൃഥ്വി, എനി പ്രോബ്ലം? അവൻ്റെ മുഖത്തെ കടുപ്പം കണ്ട് സായി ചോദിച്ചു. സൂര്യയെ ചന്തുവും സംശയത്തോടെ നോക്കി. സായി, നാട്ടിൽ നിന്ന് ചിലർ വന്നിട്ടുണ്ട്. ഇവിടെ ശരിയാകില്ല. നീ വേഗം എല്ലാം ഒന്ന് സെറ്റാക്ക്. പത്മയെ ശ്രദ്ധിച്ച് വേണം കൊണ്ടുപോകാൻ. അറിയാലോ, തീരെ കൂടി ഇല്ലാത്തതാണ്. ഡോണ്ട് വറി, ഞാൻ നോക്കിക്കൊള്ളാം. നീ വേഗം ചെല്ലാൻ നോക്ക്. സായി, ഞാൻ ചെന്നാൽ ശരിയാകില്ല. ഒരു കാര്യം ചെയ്യ്, നമ്മൾ ഡ്രൈവർ പറഞ്ഞു വിട്. എൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞാൽ മതി. ഞാനവിടെ വിളിച്ച് പറഞ്ഞോളാം. സൂര്യ അങ്ങനെ പറഞ്ഞതും അത് നല്ലൊരു ഐഡിയ ആണെന്ന് സായിക്കും തോന്നി. ചന്തു, നീ വേഗം റെഡിയായി നിൽക്ക്, ഞങ്ങളിപ്പോൾ വരാം. പൃഥ്വി അങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ സായിയെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി. പോകുന്നതിന് മുമ്പ് ഡ്രൈവറെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. റെയിൽവേ റെസ്റ്റ് റൂമിൽ കയറി ബാഗൊക്കെ സൈഡിലേക്ക് ഒതുക്കി വെച്ചു ലക്ഷ്മി. ബാത്റൂമിലേക്ക് ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ, ഒത്തിരി ക്ഷീണിച്ചു നീ. ഗീത അങ്ങനെ പറഞ്ഞതും അവൾ ബാഗിൽ നിന്നും പേസ്റ്റും ബ്രഷും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. വേണു ഒന്ന് ഫ്രഷായി. ഗീത തൻ്റെ മുടിയൊക്കെ ഒന്ന് ചീകിതക്കി അവനും ഫ്രഷായി. അവിടെ നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ അവരിരുന്നു. മോളെ, നീ ഒന്നുകൂടി സൂര്യമോനൊന്ന് വിളിച്ചേ. ഗീത മടുപ്പോടെ പറഞ്ഞതും ലച്ചു ഫോൺ എടുത്തു. കിട്ടുന്നില്ല. അവളും നിരാശയോടെ പറഞ്ഞു. നമ്മളിപ്പോൾ അറിയാതല്ലേ വന്നത്. മോൻ വേഗം വരുന്നേ, നിങ്ങളൊന്ന് സമാധാനിക്ക്. വേണു അവരെ ആശ്വസിപ്പിച്ചു. കുറച്ച് സമയം കഴിഞ്ഞതും ലച്ചുവിന് സൂര്യയുടെ കോള് വന്നു. ദേ, ഏട്ടനാ വിളിക്കുന്നത്. ലച്ചു കോൾ അറ്റൻഡ് ചെയ്തു. എന്താ മോൻ പറഞ്ഞത്? അവനെ തറായോ? ലച്ചു സംസാരിച്ചു വെച്ചതും ഗീത ചോദിച്ചു. ഇല്ല ആൻറ്റി, ഏട്ടൻ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയിന്ന്. ഏട്ടൻ്റെ ഒരു കൂട്ടുകാരനെ നമ്മളെ വിളിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആള് കുറച്ച് കഴിയുമ്പോൾ വരും. അതുവരെ നമ്മളോട് ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. അവൾ പറഞ്ഞതും വേണു പതിയെ കസേരയിൽ ചാരി കണ്ണുകളടച്ചു. ലച്ചു ഫോണിൽ കുത്താൻ തുടങ്ങി. പൃഥ്വിയുടെ കാർ അതിവേഗം മുന്നോട്ട് കുതിച്ചു. അരികിൽ ഭയന്നിരിക്കുന്ന ചന്തുവിനെ കണ്ട് അവനാകെ വല്ലാതെ തോന്നി. വീട്ടിൽ നിന്നും അത്യാവശ്യം തുണികളും വാരികെട്ടി പെട്ടെന്ന് ഇറങ്ങിയതാണ് അവരവിടെ നിന്ന്. എന്നാൽ ഇതേ സമയം അവരെ പിന്തുടർന്ന് കുറച്ച് ശത്രുക്കൾ അവരുടെ പിന്നാലെ കൂടി. ചന്തു കൂടെയുള്ളത് കൊണ്ട് പൃഥ്വി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. സമയം പോകുന്നതിനനുസരിച്ച് അവൻ്റെ ടെൻഷനും കൂടി വന്നു. പെട്ടെന്നാണ് പിന്നിൽ വന്നവൻ അവൻ്റെ വണ്ടിക്ക് വട്ടം വെച്ചത്. ചന്തൊന്ന് മുന്നോട്ട് ആഞ്ഞുപോയി. സൂര്യ അവിടെ താങ്ങി. വടിവാളുമായി പുറത്തേക്ക് ചാടിയിറങ്ങുന്ന ഗുണ്ടകളെ കണ്ട് ചന്തു ആകെ ഭയന്നു പോയി. സൂര്യവരെ കണ്ട് അല്പം അസ്വസ്ഥതയോടെ നോക്കിയത് കയ്യിലെ വാച്ചിലേക്കായിരുന്നു. പൃഥ്വി തൻ്റെ വാഹനത്തെ വളഞ്ഞ ഗുണ്ടകൾ അമർഷത്തോടെ നോക്കി. ചന്തു ആകെ പേടിച്ചു പോയി. എന്ത് സംഭവിച്ചാലും കാറ് വിട്ട് പുറത്തേക്ക് ഇറങ്ങരുത്. പൃഥ്വി അങ്ങനെ പറഞ്ഞതും അടുത്ത നിമിഷം അവൾ അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. വേണ്ട, പോവല്ലേ, അവരുടെ കയ്യിൽ കത്തിയൊക്കെ ഉണ്ട്. അയ്യോ വേണ്ട സൂര്യേട്ടാ, നമുക്ക് തിരികെ പോകാം. വിറച്ചു പോയവൾ എന്നാൽ സൂര്യക്കുള്ളിൽ ചിരിയാണ് വന്നത്. തൻ്റെ യഥാർത്ഥ രൂപ ഈ പാവത്തിന് അറിയില്ലല്ലോ. ഇവന്മാര് സമ്മതിക്കില്ല. ഇതുകൂടെ കണ്ടാ പിന്നെ പെണ്ണിനെ എങ്ങനെയൊന്നും മെരിക്കെടുക്കുമെന്തോ. മനസ്സിലോർത്തുകൊണ്ട് അവൻ അവളുടെ കൈകൾ പിടിച്ചു മാറ്റി. നമുക്ക് മുമ്പിൽ സമയം തീരല്ലേ പത്മ.
അവർ വരുന്നതിന് മുമ്പേ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. നീ പേടിക്കണ്ട, നിന്റെ സൂര്യേട്ടൻ്റെ ശരീരത്തിൽ ഒരു കുഞ്ഞു പോറിൽ പോലും വീഴില്ല. ഇതെൻ്റെ വാക്ക്. ഉറപ്പോടെ പറയുന്നവരെ കണ്ട് അവളിൽ ഭയം കൂടി. പറഞ്ഞാൽ മനസ്സിലാകില്ലേ? പോകണ്ട, പേടിയില്ല നിങ്ങൾക്ക്. അവൻ്റെ കയ്യിലൊന്ന് തല്ലിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ഒന്ന് ചുംബിച്ചു. കിട്ടിയ ഉമ്മയിൽ അവൾ പകച്ചിരുന്ന സമയം കൊണ്ട് അവൻ കാറിൽ നിന്ന് ഇറങ്ങി. ഏട്ടാ, അവനിറങ്ങിയെന്ന് കണ്ടതും അവൾ വിറയിലൂടെ തൻ്റെ താലിയിൽ പിടിമുറുക്കിക്കൊണ്ട് വിളിച്ചു. അതേ നിമിഷം അവൻ്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു. കണ്ണുകളിൽ കൂർമ്മതയും മുഖത്ത് വന്യതയും നിറഞ്ഞു. അവൻ നേരൊരാൾ വടിവാൾ ആഞ്ഞു വീശിയതും ചന്തു തൻ്റെ മുഖം പൊത്തി ഉറക്കെ കരഞ്ഞുപോയി. പെട്ടെന്ന് ആരുടെയോ അലർച്ച കേട്ടതും വിറയിലൂടെ പതിയെ അവൾ തൻ്റെ മുഖത്തെ കൈമാറി കണ്ണുകൾ ഉയർത്തി നോക്കി. കൺമുന്നിലെ കാഴ്ച കണ്ട് അവളുടെ മുഖം പ്രേതത്തെ കണ്ടതുപോലെ വിളറി വെളുത്തു. ആ വടിവാളുമായി വന്നവൻ രക്തം തുപ്പി സൂര്യയുടെ കയ്യിൽ കിടക്കുന്നു. അവനയാളൊരു പൂവെടുത്തെറിയുമ്പോൾ നിസ്സാരമായി എടുത്തെറിഞ്ഞു. ഒരു പറ്റം ആളുകൾ ആയുധങ്ങളുമായി അവന് ചുറ്റും തിരഞ്ഞു. ആ സമയം സൂര്യ തൻ്റെ വാച്ചിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവന് നേരെ അവർ തലങ്ങും വിലങ്ങും വടിവാൾ വീശി. നിസ്സാരമായി അതിൽ നിന്നെല്ലാം അവൻ ഒഴിഞ്ഞു മാറി. മികച്ചൊരു അഭ്യാസിയെപ്പോലെ അവൻ അവനെ നേരിട്ടു. പുല്ലുപോലെ ഓരോരുത്തരെയും അവൻ അടിച്ചു വീഴ്ത്തി. ഒരാളുടെ പെടലി അവൻ പിടിച്ചൊടിച്ചതും ചന്ത് കണ്ണുകൾ തുറച്ചിരുന്നു പോയി. ശ്വാസം പോലും എടുക്കാതെ അവൾ ആദ്യമായി പൃഥ്വി എന്ന രാക്ഷസനെ കണ്ടു. താൻ ആദ്യം കണ്ടത് ഒന്നുമല്ല, ഇതിലും വലുതാണ് അവനെന്ന സത്യം അവൾ മനസ്സിലാക്കി. 20 മിനിറ്റ് കൊണ്ട് അവൻ 30 ഗുണ്ടകൾ അടിച്ചൊതുക്കി. പിന്നെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് കാറിനടുത്തേക്ക് ഒരു ഓട്ടായിരുന്നു. എന്നാൽ കാറിനടുത്തെത്തിയതും അവൻ പിടിച്ചു കിട്ടിയതുപോലെ നിന്നുപോയി. കത്തുന്ന മിഴികളുമായി കാറിന് വെളിയിലിറങ്ങുന്ന ചന്തുവിനെ കണ്ട് അവനൊന്ന് ഞെട്ടി. അവൾക്കരികിൽ അവൻ എത്തിയതും അവളുടെ മുഖം കണ്ട് അവൻ അവളോട് എന്തോ പറയാനൊരുങ്ങി. പദ്മ, ഞാൻ പടക്കം പൊട്ടുമ്പോലൊന്ന് അവൾ അവൻ്റെ കാരണത്തിൽ തന്നെ കൊടുത്തു. പൃഥ്വി തൻ്റെ കൈമിഷി ചൂട്ടി കണ്ണുകളടച്ചത് സ്വീകരിച്ചു. ഇത്രയും പേര് ഒറ്റക്കടിച്ചിടാൻ താൻ ആരോട് ജാക്കിച്ചാൻ്റെ കൊച്ചുമോനോ? ആ കത്തി തന്നെ മേലെങ്ങാനും കൊണ്ടിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് എന്തോ ചെയ്യുമായിരുന്നു. കാട്ടുമാക്കാനെ, താൻ വീട്ടിലോട്ട് വാ, ബാക്കി ഞാൻ അവിടെ വന്നിട്ട് തരുന്നുണ്ട്. അവളുടെ കുറുമ്പ് പിടിച്ച സംസാരം കേട്ട് വിടർന്ന മിഴികളോട് അവൻ അവളെ നോക്കി. അവളിൽ നിന്നും അവൻ പ്രതീക്ഷിച്ച പ്രതികരണം ഇതൊന്നും ആയിരുന്നില്ല. തന്നെ അവൾ കൂടുതൽ വെറുക്കും ഭയക്കും എന്നൊക്കെയാണ് അവൻ കരുതിയത്. അതിൻ്റെ ഒരു പകപ്പ് അവനിൽ നിറഞ്ഞു. എന്തിനങ്ങനെ മിഴിച്ചു നോക്കുന്നത്? എപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടില്ല. ആദ്യം പേടിയായിരുന്നു, പക്ഷെ ഇപ്പം എന്തോ ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. ഒരു സിനിമാ ഹീറോയെ കിട്ടിയതുപോലെയൊക്കെ തോന്നുക. അവൾ കാര്യമായി പറഞ്ഞതും അവനിൽ ചെറിയൊരു ചിരി വിരിഞ്ഞു. നിങ്ങൾ എന്തു ആകട്ടെ, ആരും ആകട്ടെ, പക്ഷേ എനിക്ക് സ്നേഹിക്കാൻ നമ്മുടെ കുഞ്ഞിന് അച്ഛനായി ഞങ്ങൾക്ക് മുമ്പിൽ ആ പഴയ സൂര്യനാരായണൻ തന്നെ മതി. പൃഥ്വി ഇങ്ങനെ തന്നെ പോകട്ടെ, ആരും അറിയാതെ. പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞതും അവൻ അവളെ വാരിപ്പുണർന്നു. സോറി, ഞാൻ ആഗ്രഹിച്ച് നേടിയെടുത്തൊന്നല്ല ഈ ജീവിതം. സാഹചര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയതാണ്. നീ എൻ്റെ ജീവനാടി, നീ എന്നെ ഭയക്കരുത്, വെറുക്കരുത്. അവൻ ആർദ്രമായി പറഞ്ഞു. ഇല്ല, നിങ്ങളിൽ എവിടെയൊക്കെ ഒരു ന്യായം ഉണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഏട്ടൻ പറഞ്ഞാൽ ശരി. പാവങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ നല്ലത് ഈ പുതിയ വേഷം തന്നെയാ. അവൾ അങ്ങനെ പറഞ്ഞത് മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചു. ഓ ഷിറ്റ്, ടൈം പോയി, വേഗം വാ, അവരിപ്പം എത്തും. വാച്ചിലേക്ക് കണ്ണുപോയത് നെറ്റിയിലൊന്ന് ഇടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾക്ക് ബോധം വെച്ചു. അവളും വേഗം കാറിലേക്ക് കയറി. സൂക്ഷിച്ച്. അവളുടെ വെപ്രാളം കണ്ട് അവൻ ശ്രദ്ധയോടെ പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി ചിരിച്ചു. പിന്നെ ആ കാർ ഒരു പറക്കലായിരുന്നു ലക്ഷ്യസ്ഥാനത്തേക്ക്. വേണു പുറം കാഴ്ചകളിലേക്ക് കണ്ണോടിച്ചു. ആ വാഹനം വളരെ പതുക്കെയാണ് പോകുന്നത്. ആവശ്യമില്ലാത്ത ബ്ലോക്കിലൊക്കെ മനഃപൂർവ്വം കൊണ്ടിടും പോലെ വണ്ടി കൊണ്ടിട്ട് ലാഗടിപ്പിക്കുന്നുണ്ട്. ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. സൂര്യയുടെ കൂട്ടുകാരനാണ്. അയാളുടെ വലിയ മനസ്സുകൊണ്ടാവും തങ്ങളെ കൂട്ടാൻ വന്നത്. മുഷിപ്പിക്കണമെന്ന് കരുതി ആരൊന്നും മിണ്ടിയില്ല. ഇതേസമയം ഡ്രൈവ് ചെയ്യുന്ന ആളാകെ ടെൻഷനിലായിരുന്നു. വളരെ പതുക്കെ സമയം കഴിയുന്ന അത്രയും ലാഗാക്കിക്കൊണ്ട് വന്നാൽ മതി എന്നാണ് ഓർഡർ. ഏകദേശം 2 മണിക്കൂറെടുത്തു അവൻ ആ സ്ഥലത്തെത്താൻ. സൂര്യ വളരെ വേഗം തന്നെ വാഹനം ഡ്രൈവ് ചെയ്യുവാണ്. അവരെത്തും മുമ്പ് അവൻ അവിടെ എത്തണമായിരുന്നു. ഒരു 4 നില കെട്ടിടത്തിൻ്റെ പാർക്കിങ്ങിൽ അവരുടെ വാഹനം വന്നു നിന്നു. ഡ്രൈവർ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. വേണു അവിടെ ആകുന്ന കണ്ണോടിച്ച് നോക്കി. കുറേ കച്ചവടക്കാരുണ്ട്. ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിറ്റും ചെരുപ്പുകട, തുണിക്കട, വളക്കട, പാത്രങ്ങൾ, അങ്ങനെ ഒത്തിരി കച്ചവടക്കാരുണ്ട്. അതൊരു കുഞ്ഞു തെരുവാണെന്ന് വേണുവിന് മനസ്സിലായി. ഇതുപോലെ കുറെ കെട്ടിടങ്ങൾ ആ തെരുവിൽ അല്പം അകലെയായി വേറിയുണ്ട്. ലച്ചു കണ്ണുകൾ വിടർത്തിയ ആ കാഴ്ചകൾ നോക്കി. മുറ്റത്ത് കോലമിടുകയും തുളസിച്ചെടിയിൽ വെള്ളമൊഴിക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ അവൾ കൗതുകത്തോടെ നോക്കി. വേണുവും ഗീതയും ലച്ചുവും അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഓരോ നിലയിലും 4 കുടുംബങ്ങളെങ്കിലും താമസിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. വലിയ ആർഭാടൊന്നും ഇല്ലാത്ത സാധാരണക്കാർ താമസിക്കുന്ന ഒരിടമാണ് അതൊന്നും അവർ ഓർത്തു. സൂര്യയുടെ വീട് 4ാം നിലയിലാണ്. ഡ്രൈവർ പറഞ്ഞതും വേണു അയാളെ നോക്കി പുഞ്ചിരിച്ചു. ഞങ്ങൾ പോയിക്കോളാം, ഒത്തിരി നന്ദിയുണ്ടേ. വേണു അങ്ങനെ പറഞ്ഞതും അയാൾ പിശുക്കിയൊന്ന് ചിരിച്ചു. ലഗേജ് എല്ലാം ഒരിടത്തേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്.
ലജ്ജ് ഫോണെടുത്തതും ഗീത അവളെ തടഞ്ഞു. ഇനി വിളിക്കാൻ നിൽക്കണ്ട, നമുക്ക് ആരുടെങ്കിലും ചോദിച്ചു നോക്കാം. അവരങ്ങനെ പറഞ്ഞതും വേണു മുന്നോട്ട് നടന്നു. ആദ്യത്തെ നില പടികൾ അവർ കയറിപ്പോയതും അടുത്ത നിമിഷം ഡ്രൈവർ സായിക്ക് മെസ്സേജ് ഇട്ടു. അതുവരെ തിരക്കുകൾ അഭിനയിച്ചു നിന്ന കച്ചവടക്കാരൊക്കെ ജാഗ്രത പാലിച്ചു. വെള്ളം ചുമന്നവരും കോലമിട്ട് നിന്നവരും വന്ന് അവരുടെ ലഗേജൊക്കെ എടുത്ത് പതിയെ മുകളിലെ നിലയിലേക്ക് കൊണ്ടുവച്ചു. രണ്ടാം നിലയിൽ കയറിയതും വേണു ആദ്യം കണ്ട കാഴ്ച വളരെ സുന്ദരമായൊരു പെൺകുട്ടി മനോഹരമായി അവളുടെ വീടിന് മുമ്പിൽ കോലം വരക്കുന്നതാണ്. സാരിയാണ് അവളുടെ വേഷം. നെറ്റിയിൽ ചെറിയൊരു പൊട്ടും സീമന്തരേഖയിൽ കട്ടിയിൽ സിന്ദൂരവും തൊട്ടിട്ടുണ്ട്. ഈറൻ മാറാത്ത തലയിൽ ഒരു തോർത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. അവരെ കണ്ടതും കോലമിടുന്നത് നിർത്തി അവൾ എഴുന്നേറ്റ് നിന്നു. കുട്ടി, ഞങ്ങളിവിടെ. ഗീത പറഞ്ഞു വന്നതും മറ്റൊരു ശബ്ദം അവിടെ ഉയർന്നു. യാരത്? ചോദ്യവുമായി വീടിനുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ട് ലച്ചുവിൻ്റെ ഉള്ളിലെ കോഴിക്കുഞ്ഞുങ്ങളുണർന്നു. അവൾ അവനെ നോക്കി വെള്ളമിറക്കി.